നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളിയും ഒരു വടക്കൂട്ട് കറിയുടെ റെസിപ്പിയുമാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ബോളിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്തതാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് മൈദയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കടലപ്പരിപ്പ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അത് ഞാൻ കുക്കറിലിട്ടിട്ടൊന്നും അല്ല വേവിക്കുന്നത്, സാധാരണ ഒരു പാനിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ അത് ആദ്യം ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഈ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, നമുക്ക് കറക്റ്റ് അളവൊന്നും വേണ്ട. കാര്യം ഇതിൽ നിന്ന് ഡ്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ കടലപ്പരിപ്പ് എടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടിയാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ആ മാവൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതൊന്ന് ഇതാക്കണ്ട, കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. കാര്യം ഇതിങ്ങനെ നല്ലെണ്ണയിൽ ഇത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയം നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ കട്ടായി ഇങ്ങനെ ഇരിക്കണം. ഇതാണ് ഒരു പരുവം. ഇനി ഇതൊന്ന് ഊറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടിച്ചെടുത്ത ആ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് നേരം ഇങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വെറും 2 മിനിറ്റ് മതി. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ബോളാവണം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്കിതുപോലെ ബോളാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ മാവൊന്ന് നോക്കാം. ഇതൊരു സൈഡിൽ ഇരിക്കട്ടെ. അത് മാവും റെഡിയായി വന്നിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അതിലുള്ള ബാക്കിയുള്ള ഓയിൽ മാറ്റിയതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആ ഓയിലും കളയേണ്ട ആവശ്യമില്ല, എന്തിനെങ്കിലും നമുക്ക് വേറെ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം ഇത് നമ്മൾ പലകയിൽ വെച്ചൊന്നും പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ പരത്തിയെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, കറക്റ്റ് ആ രീതിയിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓരോ ബോളും വെച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്തെടുക്കണം. ഇങ്ങനെ ബാക്കി മാവുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള മാവ് മാറ്റി വെക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ആക്കിയെടുക്കണം. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ബോളിയുടെ ബാക്കിയെല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്നില്ലേ, ആ രീതിയിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് വേണം ഇത് പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. നമ്മുടെ ബോളിയെല്ലാം പരത്തി എല്ലാം റൗണ്ട് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനൊരു തവ എടുക്കുക. തവ ചൂടാകുമ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചൂടുന്ന പോലെ ഇങ്ങനെ ബോളി ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്. ഇഷ്ടമുള്ളൊരു മാത്രം കുറച്ച് നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് ഒറ്റിച്ച് കൊടുത്താൽ മതി. ഒരു സൈഡിൽ ഇങ്ങനെ ബബിൾ വരുമ്പോൾ പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, അതിനാണ് ഞാൻ നെയ്യ് ചേർക്കുന്നത്. അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വീണ്ടും കുറച്ച് നെയ്യ് കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോളി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ചുട്ടെടുക്കണം.
അപ്പോൾ നമ്മുടെ ബോളിയൊക്കെ റെഡി ആയിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം, ഒന്ന് തണുക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് വട കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്തതാണ്. ഇനി ഇത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ല ഇഞ്ചി, ചെറിയ ഉള്ളിയും കുറച്ച് പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നമ്മൾ സാധാരണ വട പൊരിക്കുന്ന പോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇങ്ങനെ ഹോളൊന്നും ഇട്ടിട്ട് വേണ്ട, ചെറുതായിട്ട് കുഞ്ഞു ബോൾസ് അങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ട്രിവാൻഡ്രം സദ്യയിൽ മാത്രം, കൂടുതൽ ട്രിവാൻഡ്രം സദ്യയിലാണ് കേട്ടോ ഈ വട കൂട്ടുകറി കാണുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റും ഇതുമൊക്കെയാണ്. നമ്മൾ വടക്കോട്ടുള്ള സദ്യയിലൊക്കെ അല്ലാത്ത കൂട്ടുകറിയാണല്ലേ, കടലയും ചേനയൊക്കെ വെച്ചിട്ടുള്ള കൂട്ടുകറിയാണ് കൂടുതലും. വടയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു കിഴങ്ങുമാണ് വേണ്ടത്. സവാളയും കിഴങ്ങും ഒന്ന് ആദ്യം ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 2ാം പാലാണ് വേണ്ടത്. ഇവിടെ 1 കപ്പ് 2ാം പാലും 1/2 കപ്പ് 1ാം പാലാണ് വേണ്ടത്. ആദ്യം ഈ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കിടന്നത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ലാസ്റ്റ് 1ാം പാൽ ചേർക്കണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കിഴങ്ങൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റിയത് വന്നിട്ടുണ്ട്. കിഴങ്ങും നല്ല വെന്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 1ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1ാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് ഇട്ട് വീണ്ടും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഇരുന്നിരുന്ന് നന്നായിട്ട് കുറുകിക്കോളും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ലാസ്റ്റാണ് ഇതിൽ ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന വടയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വട ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് വട കൂട്ടുകറി ആവുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം ഇനി ലാസ്റ്റായിട്ടൊന്ന് താളിച്ച് ചേർത്താൽ മാത്രം മതി. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് താളിച്ച് അതിലേക്ക് ഒഴിച്ചാൽ മതി. ആ കൂട്ടുകറിക്കകത്ത് വട ഇടുമ്പോൾ തന്നെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ബോളാക്കി കുറച്ചുകൂടെ വലുതാവും കേട്ടോ. അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ കിടക്കുമ്പോൾ എന്നിട്ട് ഇനി ഒരു സൈഡിലേക്ക് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബോളിയും കൂട്ടുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ബോളി സാധാരണ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇലക്കകത്ത് ഇങ്ങനെ ബോളി വെച്ചിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് പായസം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഞാനിവിടെ സേമിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ ഒരു പാൽപ്പായസം കാണിച്ചിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും സദ്യയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ബോളിയും വടക്കൂട്ടുകറിയൊക്കെ കണ്ടോ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം ഇനിയും പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ഓണം.